നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് ബേസ്ഡ് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അഫെയർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചോദ്യങ്ങൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നോട്ടുകൾ തയ്യാറാക്കി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളത്തെയാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളത്തെയാണ്. ഓഗസ്റ്റ് 21 തിരുവനന്തപുരത്താണ് പ്രഖ്യാപനം. 99.99% കേരളം നേട്ടം സ്വന്തമാക്കിയത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാൻ പോകുന്ന കേരളത്തിലെ സ്റ്റേഡിയം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഈയിടെ അന്തരിച്ച ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരം വേസ് പേസ് ആണ്. ടെന്നീസ് താരം ലിയാൻഡർ പേസിൻ്റെ പിതാവാണ് വേസ് പേസ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം അംഗമായിരുന്നു വേസ് പേസ്. വിശ്വസുന്ദരി പട്ടം മത്സരത്തിൽ പലസ്തീനെ ആദ്യമായി പ്രതിനിധാനം ചെയ്തത് നദീൻ അയ്യൂബ്. ഇന്ത്യയുടെ ഡീപ്പ് ഓഷ്യൻ മിഷൻ സമുദ്രയാൻ പദ്ധതി തയ്യാറെടുപ്പുകൾ മുന്നോടിയായി വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 4000 to 5000 മീറ്റർ ആഴങ്ങളിൽ ഡീപ്പ് ഡൈവ് പൂർത്തിയാക്കി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ ഡീപ്പ് ഓഷ്യൻ മിഷൻ സമുദ്രയാൻ പദ്ധതി തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായി വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 4000 to 5000 മീറ്റർ ആഴങ്ങളിൽ ഡീപ്പ് ഡൈവ് പൂർത്തിയാക്കി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ സയൻറ്റിസ്റ്റ് രാജു രമേശാണ്. 4025 മീറ്ററും ഇന്ത്യൻ നാവികസേനയിലെ റിട്ടയർഡ് കമാൻഡർ ജതീന്ദർ പാൽ സിംഗ് 5002 മീറ്ററും ഡീപ്പ് ഡൈവ് ചെയ്തിട്ടാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സമുദ്രയാൻ എന്ന പദ്ധതി ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യനാണ്. ഗഗൻയാൻ, സമുദ്രയാൻ, ചന്ദ്രയാൻ, അപ്പോൾ ഇത്രയും ഈ ഒരു പദ്ധതികളെങ്കിലും നിങ്ങൾ പ്രത്യേകം നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഈ അടുത്ത് നടന്നിട്ടുള്ള ISROയുടെ പ്രധാനപ്പെട്ട വിക്ഷേപങ്ങൾ നോക്കി വയ്ക്കുക. ഇപ്പോൾ നിസാർ പോലെയുള്ള സാറ്റലൈറ്റുകളൊക്കെ നമ്മൾ വിക്ഷേപിക്കുകയുണ്ടായി. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. യുക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും കൂടിക്കാഴ്ച നടത്തിയത് അലാസ്കയിലാണ്. US അലാസ്കയിൽ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയത്. സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതിയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി. മോളിവുഡ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത ശ്വേതാ മേനോനാണ്. മോളിവുഡ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത ശ്വേതാ മേനോൻ. ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായത് ബെയ്ജിംഗ് ആണ്. ചൈനയിലെ ബെയ്ജിംഗ്. 16 രാജ്യത്തു നിന്നും 5000 ഹ്യൂമനോയിഡ് റോബോട്ടുകൾ പങ്കെടുത്തു. ഈയിടെ അന്തരിച്ച സൂപ്പർമാൻ 1, 2 എന്നീ 2 സിനിമകളിലെയും വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനശ്വരനാക്കിയ വ്യക്തി ടെറൻസ് സ്റ്റാമ്പ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ചോദ്യങ്ങൾ. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. നിങ്ങൾ കറണ്ട് അഫെയർ ചോദ്യങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. കറണ്ട് അഫെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാഗത്തു നിന്നും നമുക്ക് കറണ്ട് അഫെയറിലേക്ക് ചോദ്യം വരാം. ഇപ്പോൾ ജിയോഗ്രഫി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, അങ്ങനെ ഏത് മേഖലയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു പോർഷനാണ് ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ടുകളൊക്കെ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.